नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में सुदेश पचौरी ने लिखी हुई एक व्यंग्य रचना स्त्री जो एक त्वचा है इसके बारे में पढ़ा। पाठ परिचय का कुछ भाग पढ़ा। यहाँ वर्तमान समय बाज़ार का है। हमारी ज़रूरत की हर चीज़ बाज़ार में उपलब्ध है। परंपरागत बाज़ार और वर्तमान बाज़ार में एक युगांतकारी बदलाव आया है। परंपरागत बाज़ार में हर एक व्यक्ति की ज़रूरतें पूरी करता था। इसका अर्थ है डिमांड और सप्लाई। ये अर्थशास्त्र का पहला सिद्धांत है। परंतु आज का बाज़ार ज़रूरतें पैदा करते हैं। इसका अर्थ है क्रिएट, डिमांड और सप्लाई। नया नियम जिससे आज का बाज़ार संचालित है। हर व्यक्ति उपभोक्ता बना दो। इसके अलावा भारतीय समाज में विविधता का गुण सर्वाधिक महत्वपूर्ण है। इस विविधता का को ही लक्ष्य कर गया बाज़ार फल फूल रहा है। भारत में विभिन्न प्रकार की भौगोलिक स्थितियाँ हैं, विभिन्न प्रकार के ऋतुएं हैं, विभिन्न प्रकार के तापमान हैं। इसी कारण से हमारा रंग रूप, कद काठी, शरीर और चेहरे, इसकी बनावट अलग अलग है। ये एक प्राकृतिक प्रक्रिया है। प्राकृतिक रूप से हमें अलग अलग रंग रूप मिला है। परंतु बाज़ार ने अपना लाभ उड़ाने के लिए, अपना लाभ कमाने के लिए हमारी प्राकृतिक विभिन्नता को ही हमारी हीन भावना, हमारा दुर्गुण बना दिया है। हम अपनी नैसर्गिक प्राकृतिक बनावट से पीछा छुड़ाना चाहता है। हम जो व्यक्ति हैं उससे अलग बनना, दिखाना चाहते हैं। यहाँ हमारे परंपरागत सौंदर्य मानदंड को बाज़ार ने यहाँ ബദൽ ദിയേ ഹെ. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ സൗന്ദര്യബോധത്തെ തന്നെ അവിടെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്രാകൃതികമായി അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ട് കിട്ടിയൊരു കഴിവാണ്, ഒരു ഗുണമാണ് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നിറമായാലും നമ്മുടെ രൂപമായാലും നമ്മുടെ മുഖമായാലും എന്ത് തന്നെയായാലും നമ്മുടെ പ്രകൃതിയുടെ വരദാനമാണതെല്ലാം. അതിൽ നമ്മൾ പറയുന്നുണ്ട് ബാസാറിനെ ഹമേ ഹമാരി സ്ഥിതി സേ നാ ഖുശ് രഹ്നാ സിഖാ ദിയാ ഹേ. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് നമ്മളെ ഏതായിരിക്കുന്നുവോ ആ സ്ഥിതിയിൽ നിന്ന് നമ്മളെ സന്തോഷമില്ലാത്തവരാക്കാനായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കണം. എത്രത്തോളം നമുക്ക് സൗന്ദര്യം വയ്ക്കാൻ പറ്റണം അത്രത്തോളം വയ്ക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ കറുത്തവരാണെങ്കിൽ വെളുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ. ചിലപ്പോൾ ഉയരം കുറഞ്ഞവരാകും, അപ്പോൾ ഉയരം വയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നു. തടി കുറഞ്ഞവർക്ക് തടി വയ്ക്കണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ എന്തിനേയും നമുക്ക് മാറ്റിമറിക്കാനുള്ള സാധനങ്ങളൊന്നും നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഹം സാവലെ യാ കാലെ ഹേ തോ ഗോരെ ഹോനാ ചാഹത്തെ ഹേ ക്യോंकि दुनिया भर में गोरा ही अंग्रेज श्रेष्ठ है. അപ്പോൾ നമ്മൾ
ഒന്നുകിൽ ഇരുണ്ട നിറക്കാരായിരിക്കാം, യാ കാലേ ഹേ ചിലപ്പോൾ നമ്മൾ കറുത്തവരായിരിക്കും. അങ്ങനെയുള്ള നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഘോരേ ഹോന ചാത്ത ഹേ, വെളുക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ക്യോങ്കി ദുനിയാ ഭർ മേ ഗോര ഹി ശ്രേഷ്ഠ ഹേ. ഇവിടെ അംഗ്രേസി ലോകം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ, വെള്ളക്കാർ. അപ്പോൾ നമ്മുടെ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നത് വെള്ളക്കാരെ തന്നെയാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കണം നമുക്ക് അവരെ പോലെ ആവണം എന്നുള്ളൊരാഗ്രഹം നമ്മുടെ ഉള്ളിൽ വരികയാണ്. ഇനി പത്തലെ മേൻ തോ മോട്ടെ ഹേ തോ പത്തല ഹോന ചാത്തെ ഹേ, छोटे हैं तो बड़े या लंबे होना चाहते हैं, और ये जगाई है बाजार ने. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മളെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. പത്തലെ ഹേ തോ മോട്ട. ഇപ്പോൾ നമ്മൾ മെലിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? തടി വയ്ക്കണം എന്ന് ആഗ്രഹിക്കണം. മോട്ടെ ഹേ തോ പത്തല ഹോന ചാത്തെ ഹേ. ഇനി തടിയുള്ള ആളുകളാണെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ തടി ഒന്ന് കുറഞ്ഞ് മെലിയണം എന്നുള്ള ആഗ്രഹം. നമ്മൾ അതിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ചോട്ടെ ഹേ തോ ബഡേയ ലംബ ഹോന ചാത്തെ ഹേ. ഇനി ഉയരം കുറഞ്ഞിട്ട് എപ്പോഴും ചെറുതായിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്നുകൂടി വലുതാവണം, ഒന്നുകൂടി നീളം വയ്ക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. और ये चाह जगाई है ബാസാറിനെ. ഈ ആഗ്രഹമൊക്കെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ആരാണ്? ഉണർത്തുന്നത് ആരാണ്? മാർക്കറ്റാണ്. കാരണം ഈ വക സാധനങ്ങളെല്ലാം നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും. വെളുക്കണമെങ്കിൽ കിട്ടും, തടി വെക്കണമെങ്കിൽ കിട്ടും, മെലിയണമെങ്കിൽ കിട്ടും. അങ്ങനെ എന്ത് വേണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നമുക്കിന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ പറയണേ യഹ് ചാഹ് ബാസാറിനെ ജഗായി ഹേ. ഈ ആഗ്രഹം നമ്മളിൽ ഉണർത്തുന്നത് മാർക്കറ്റാണ്. तदा हर चाहत को पूरा करने का सामान लेकर बाजार हाजिर है. നമ്മുടെ ഏതൊരാഗ്രഹമാണെങ്കിലും ഹർ ചാഹത് കോ, ഏതൊരാഗ്രഹത്തെയാണെങ്കിലും പൂരാ കർണേക്ക സാമാൻ, അതിനെ പൂർത്തീകരിക്കാനുള്ള സാധനം യഹാം ബാസാർ ഹാസിർ ഹേ. ഇവിടെ നമ്മുടെ ബാസാറിൽ അത് പ്രസൻ്റാണ്. നമ്മുടെ മാർക്കറ്റ് സാധനം ഉണ്ട്. നമ്മുടെ ഏതാഗ്രഹം വേണമെങ്കിലും പൂർത്തീകരിക്കാനുള്ള സാധനവുമായിട്ടാണ് അവിടെ മാർക്കറ്റിരിക്കുന്നത്. आज बाज़ार आपको बदल लाने का सारा साजो सामान के लिए आपके घर में घुस आया है. आज बाज़ार ഇന്ന് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് आपको बदल डालने का सारा साजो सामान എന്ന് പറഞ്ഞാൽ അലങ്കാര വസ്തുക്കൾ അല്ലെങ്കിൽ സൗന്ദര്യ വസ്തുക്കൾ നിങ്ങളെ മാറ്റിയെടുക്കാനുള്ള, आपको बदल डालने का നിങ്ങളെ മാറ്റിയെടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള സൗന്ദര്യ വസ്തുക്കളുമായിട്ട് ആപ്കെ ഘർ മേ ഘുസ് ഗയാ ഹെ. നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. മാർക്കറ്റ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് ആ സാധനങ്ങളുമായിട്ട്. സമ്പൂർണതാക്കി അവധാരണ ബി ബാസാർ ഹി ദേത്താ ഹെ കംപ്ലീറ്റ് മൈൻ ബോയ് റെമൻഡ് തഥാ സാവലെ സെ ഗോരാ ഹോക്കർ ഹം കമി കോ പൂരാ കർനെ കാ സപ്ന ബി ബാസാർ പരോസ് രഹാ ഹെ. പരോസ്ന തന്നെ വിളമ്പല് നൽകുക എന്നുള്ള അർത്ഥം. ഇവിടെ സമ്പൂർണതാക്കി അവധാരണാഭി, അതായത് നമുക്ക് സമ്പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് മാറാമെന്നുള്ള ഒരു ധാരണ, ഒരു മുൻധാരണ ബാസാർ ഹിദേത്താഹേ നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് തരുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് മാൻ ബോയ് റേമണ്ട്, അത് നമുക്ക് മുഴുവനായിട്ടും നമ്മളെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണ നമുക്ക് തരുന്നുണ്ട്. സാവലെ സെ ഗോരാ ഹോക്കർ ഹർ കമി കോ പൂരാ കർനെ കാ സപ്ന ബി ബാസാർ പരോസ് രഹാ ഹി. എന്താണ്? അതായത് നമ്മൾ ഇരുണ്ടവരാണ്. ആ ഇരുണ്ടതിൽ നിന്ന് നമ്മളതിനെ വെളുത്തവരാക്കി മാറ്റിയിട്ട് ഹമാരി ഹർ കമി കോ, നമ്മുടെ ഓരോ കുറവുകളെയും പൂരെ കർനെ കാ സപ്ന ബി, പൂർത്തീകരിക്കുക എന്നുള്ള സ്വപ്നം പോലും. അതായത് ഇരുണ്ടവരാണ്, കറുത്തവരാണെന്ന് നമ്മൾ നമ്മുടെ കുറവുകളെ മാറ്റിയിട്ട്, അപ്പോൾ നമ്മളെ കുറവുകൾ മാറ്റാൻ തന്നെ നമ്മൾ വെളുപ്പിക്കുക, നമ്മൾ വെളുത്തതായി മാറിയിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കാനായിട്ട് ഉള്ള സാധനങ്ങൾ ആര് തരുന്നു? ബാസാർ പരോസ് രഹാഹേ, മാർക്കറ്റ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താണോ ആയിത്തീരണം എന്നാഗ്രഹം, നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ആയിത്തീരാനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടുപടിക്കൽ, നമ്മുടെ വീടിനുള്ളിലേക്ക് കൊണ്ടുവന്ന് തരുന്നത് നമ്മുടെ മാർക്കറ്റുകളാണ്. നമ്മളെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള സൗന്ദര്യത്തെ മാറ്റി ആർട്ടിഫിഷ്യലായിട്ടുള്ള സൗന്ദര്യം കൊണ്ടുവരാനുള്ള എല്ലാ സാധനങ്ങൾ, എല്ലാ സൗന്ദര്യ വസ്തുക്കളും ഇന്ന് നമുക്ക് മാർക്കറ്റിൽ സുലഭമാണെന്നാണ് പറയുന്നത്.
നമുക്ക് പാഠത്തിലേക്ക് പോകാം. സ്ത്രീ ജോ ഏക് ത്വചാ ഹെ. വ്യംഗ്യരചനയാണ്, സുധീഷ് പച്ചൂരിയാണ് എഴുതിയിരിക്കുന്നത്. महिलाओं में खास पढ़नीय एक अंग्रेज़ी पत्रिका के कुछ विज्ञापन इस प्रकार पढ़े जा सकते हैं. एक लेब का विज्ञापन कहता है, मेरी जैसी त्वचा के लिए यह लेब लोशन. हरी धरती पर लेब की बोतल हल्के बादामी रंग की पड़ी है. शीशी के पास लिखा है, त्वचा इतनी तरोताज़ा, त्वचा इतनी स्वच्छ. विज्ञापन का पाठ कहता है. महिलाओं में खास पढ़नीय एक अंग्रेजी पत्रिക. അതായത് സ്ത്രീകൾ പ്രത്യേകമായിട്ട് വായിക്കുന്ന, ഖാസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ട് വായിക്കുന്ന ഒരു ഇംഗ്ലീഷ് മാഗസിനാണ്. ആ മാഗസിനിലെ കുച്ച് വിജ്ഞാപൻ, കുറച്ച് പരസ്യങ്ങൾ ഇസ് പ്രകാർ പഠേ ജാ സക്തേ ഹെ. കുറച്ച് പരസ്യങ്ങൾ നമുക്കിങ്ങനെ വായിക്കാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷ് പത്രികയാണ്, ഇംഗ്ലീഷ് മാഗസിനാണ്. അതിലെ സ്ത്രീകൾ മാത്രമായിട്ട് പ്രത്യേകിച്ച് വായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിലെ കുറച്ച് പരസ്യങ്ങൾ ഈ തരത്തിലാണെന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഏക് ലേബ് കാ വിജ്ഞാപൻ കർത്താ ഹെ. ഒരു ലേപനമാണ്, ഒരു ലോഷനാണ്, അതിൻ്റെ പരസ്യമാണ് പറയുന്നത്. മേരി ജേസി ത്വചാ കേ ലിയേ യഹ് ലേബ്. എന്നെപ്പോലെയുള്ളൊരു സ്കിന്നിന് വേണ്ടിയിട്ട് നിങ്ങളെന്ത് ചെയ്യണം? യഹ് ലേബ്, യഹ് ലോഷൻ ലഗായിയേ. എന്നെപ്പോലൊരു സ്കിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലേപനം ഉപയോഗിക്കൂ. ഹരി ധർത്തി പർ ലേബ് കി ബോത്തൽ ഹൽക്കെ ബാദാമി രംഗ് കി പടി ഹെ. ഹരി ധർത്തി പർ, അതായത് പച്ച ഭൂമിയിൽ, അതായത് പച്ച നിറത്തോടു കൂടിയ പച്ചപ്പ് ആയിട്ട് നിൽക്കുന്ന ആ ഭൂമിയിലെ നിലത്ത് ലേബ് കി ബോത്തൽ, ഈ ലേപനത്തിൻ്റെ, ഈ ലോഷൻ്റെ ബോട്ടിൽ ഹൽക്കെ ബാദാമി രംഗ് കി പടി ഹേ. നേരിയ ബദാം കളറിലുള്ള ഒരു ബോട്ടിലാണ്. പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന ഒരു നിലത്ത് ഇവിടെ പറയണേ ഈ ലോഷൻ്റെ ബോട്ടിൽ നേരിയ ബദാം നിറത്തിലുള്ള ഒരു ബോട്ടിലാണ്. ശീശേ കെ പാസ് ലിഖാ ഹേ, ത്വചാ ഇത്നി തരോദാസ, ത്വചാ ഇത്നി സ്വച്ഛ്. അപ്പോൾ ഇവിടെ ആ ബോട്ടിലിൻ്റെ മുകളിൽ, ശിശിക്ക് പാസ ബോട്ടിലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കുപ്പിയുടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? ത്വചായത്തിന് തരോതാസ. തരോതാസ എന്ന് പറഞ്ഞാൽ എവർ ഫ്രഷ്, എപ്പോഴും ഫ്രഷായിരിക്കാനായിട്ട്. ത്വചായത്തിന് സ്വച്ഛ്, സ്കിന്നെപ്പോഴും വളരെ ശുദ്ധമായിരിക്കാനായിട്ട്, വളരെ വൃത്തിയോടുകൂടി ഇരിക്കാൻ. സ്വച്ഛ്, ഫൈനായിട്ടിരിക്കുക, വളരെ വൃത്തിയോടുകൂടി വളരെ ഫ്രഷായിട്ടിരിക്കാനുള്ള സ്കിന്നിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മേരി ജേസി ത്വചാ കേ ലിയേ യഹ് ലേബ് ലഗായിയേ. ഈ ലേപനം അല്ലെങ്കിൽ ഈ ലോഷൻ ഉരട്ടിയാൽ മതി, എന്നെപ്പോലെയുള്ള ത്വക്ക് നിങ്ങൾക്ക്, ചർമ്മം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയണം. അതാണ് ആ പരസ്യത്വം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു ലേപനത്തിൻ്റെ അല്ലെങ്കിൽ ലോഷൻ്റെ പരസ്യമാണ് കൊടുത്തിരിക്കുന്നത്. ജിന്ദഗി ആനന്ദ് ഹേ और इतना सब करने की है. അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാവും. എങ്ങനെ? ഇത്തന സബ് കർണേ കി ഹേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി, നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകും. किंतु अपनी त्वचा की खातिर वक्त निकालना ज़रूरी है. പക്ഷേ अपनी त्वचा की खातिर, त्वचा के लिए, स्किन के लिए, നമ്മുടെ ചർമ്മത്തിന് വേണ്ടിയിട്ട് വക്ത് നിക്കാൽന, സമയം ഉണ്ടാക്കുക എന്നുള്ളത് ജരൂരി ഹി, അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ പരസ്യങ്ങൾ കണ്ടു, അതുപോലെ ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ അങ്ങനെ നമ്മുടെ ചർമ്മത്തിനെ അങ്ങനെയൊക്കെ ആക്കി തീർക്കണം എന്നുണ്ടെങ്കിൽ വക്ത് നിക്കാൽന ജരൂരി ഹി, നമ്മൾ സമയം ഉണ്ടാക്കണം എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സാബുൻ പാനി സേ ധോനെ കെ ബാദ് യേ शीशी है जो आपकी त्वचा को चाहिए. ഇനി സോപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. സാബുൻ പാനി സേ ധോനെ കെ ബാദ്, സോപ്പ് വെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം യേ शीशी है, ഈ ഒരു ബോട്ടിൽ, ജോ ആപ്കി ത്വച കോ ചാഹിയെ, ഇത് നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമാണ്, സ്കിന്നിന് വേണം. റോസാന ചെഹരെ പർ ലഗായിയെ, എന്ത് ചെയ്യണം?
रोज़ाना തന്നെ ഡെയിലി क्या करना चाहिए अपने चेहरे पर लगाइए നിങ്ങളുടെ മുഖത്തത് പുരട്ടണം. അപ്പോൾ ഈ ബോട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ ലോഷൻ എന്ത് ചെയ്യണം ആപ്കെ ചെഹരെ പർ ലഗായിയേ എപ്പോഴൊക്കെയാണ് റോസാന റോസ് ഡെയിലി നിങ്ങൾ മുഖത്ത് പുരട്ടണം. एक ऐसे रंग को पाने के लिए जो सुंदर लगे. അപ്പോൾ ഈ സാധനം ഈ ലോഷൻ മുഖത്ത് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതായത് സുന്ദരമായിട്ട് തീരാനായിട്ട് നമുക്ക് ഈ ലോഷൻ ഉപയോഗിക്കാം. एक ऐसे रंग को मिलने के लिए पाने के लिए ഇങ്ങനെയുള്ളൊരു നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജോ സുന്ദർ ലഗേ നമ്മളതിനെ സുന്ദരമാക്കി തീർക്കുന്ന ആ ലോഷൻ നമുക്ക് ഉപയോഗിക്കാം. ये आपके चेहरे पर लगाइए. ഈ ലേപനം അല്ലെങ്കിൽ ഈ ലോഷൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മുഖത്ത് നമ്മൾ പുരട്ടണം. വർഷ ആദബ് കുച്ച് ഹോ മഴയാണോ ചൂടാണോ എന്ത് തന്നെയായാലും ആതബ് എന്ന ഉഷ്ണം ചൂട് എന്നുള്ള അർത്ഥം. അപ്പം മഴയാണോ ചൂടാണോ എന്ത് തന്നെയായാലും ഈ ആപ്കെ ചെഹരെ പർ ലഗായിയേ ഈ ലോഷൻ ആപ്കെ ചെഹരെ പർ ലഗായിയേ ഈ ലോഷൻ നിങ്ങൾ മുഖത്ത് പുരട്ടണം. ദേർ രാത് മേ ആയേ ഇനി വളരെ വൈകിട്ടാണ് രാത്രിയിൽ വരണമെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഇത് മുഖത്ത് പുരട്ടുക. ഈ ശീശി കോമൾ ബനായേഗി ഈ ബോട്ടിൽ നമ്മൾ സ്കിന്നിനെ എന്താക്കി തീർക്കും സോഫ്റ്റാക്കിയിട്ട് തീർക്കും. ജായിയാം ഹട്ടായെങ്കി എന്ത് ചെയ്യാം ജായിയാം എന്ന് പറഞ്ഞാൽ കറുത്ത മറുകുകൾ അതുപോലെ ചുളിവുകൾ ഇതെല്ലാം എന്താക്കി തീർക്കും ഹട്ടായേഗി അതിനെല്ലാം മാറ്റിയെടുക്കും. അപ്പോൾ ഈ ലോഷൻ ലഗാനെ സേ ഹമാരി त्वचा कोमल बनाएगी और हमारे चेहरे की झाइयाँ हटाएगी. നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആവുകയും ചെയ്യും. നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ ചുളിവുകൾ ഇതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. इस भाषा को बोलने वाला स्त्री चेहरा बाएं बाजू में है और गौर से देखे तो चेहरा बच्चों जैसा लगता है. അപ്പോൾ ഇസ് ഭാഷക്കോ ബോലനെ വാല സ്ത്രീ ചെഹറ അപ്പോൾ ഇതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയുടെ മുഖം ഈ പരസ്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ മുഖം ബായേം ബാജുമേ ഹെ ലെഫ്റ്റ് സൈഡിലാണ് ഇടതുവശത്താണ് ആ സ്ത്രീയുടെ മുഖം. അവർ ഗൗർസേ ദേക്കത്തോ നമ്മളെ വളരെയധികം ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചെഹറ ബച്ചോം ജൈസ ലഗ്താ ഹേ ആ സ്ത്രീയുടെ മുഖം കുട്ടികളെപ്പോലെയായിട്ട് നമുക്ക് തോന്നും. അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് തോന്നുമെന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് തോന്നുന്നത് എന്തിൻ്റെ പ്രതീകമായിട്ട് പറയുന്നത് താസകി കോമളത അവർ സ്വച്ഛതാക്ക പ്രതീക്. ആ മുഖം കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ പോലെ തോന്നുന്നു. എങ്ങനെ വളരെ താസകി എന്ന ഫ്രഷ്നെസ്സാണ്, കോമളത സോഫ്റ്റാണ്, അവർ സ്വച്ഛത വളരെ ശുദ്ധമായ വളരെ വൃത്തിയോടുകൂടിയൊരു വൃത്തിയുടെ പ്രതീകമായിട്ട് നമുക്കത് തോന്നുകയാണ്. അപ്പോൾ ബച്ചം ജൈസ ലഗ്താ ഹേ യേ ബച്ചം ജൈസ താസകി കോമളത और स्वच्छता का प्रतीक बन जाता है. ഇതിൻ്റെ എല്ലാം പ്രതീകമായിട്ട് തോന്നുകയാണ്, വളരെ സോഫ്റ്റായിട്ട് തോന്നുകയാണ്. ശീശി കാ ഉപയോഗ ജബർദസ്ത് പ്രമാൺ ഈ ശീശി ഉപയോഗിച്ചതിൻ്റെ നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ തെളിവായിട്ടാണ് നമ്മളത് പറയുന്നത്. ഈ ഒരു ബോട്ടിൽ ഈ ശീശി നമ്മൾ ലോഷൻ കാ ശീശിക്ക് ഉപയോഗിക്കുക ഈ ലോഷൻ്റെ ബോട്ടിൽ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ പരിണാമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത് താസകി കോമളത और स्वच्छता का प्रतीक. नेक्स्ट एक अन्य विज्ञापन त्वचा लेप के महत्व को समझाता है. एक खूबसूरत त्वचा स्त्री की बहुमूल्य संपदा है. വേറൊരു പരസ്യമാണ് നമ്മുടെ സ്കിന്നിൽ പറ്റുന്ന ആ ലേപനത്തിൻ്റെ ആ ലോഷൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു പരസ്യം. ഏക് ഖൂബ്സൂരത് ത്വചാ സ്ത്രീക്ക് ബഹുമൂല്യ സമ്പദാ ഹേ വളരെ മനോഹരമായിട്ടുള്ള ചർമ്മം എന്ന് പറയുന്നത് ഈ സ്ത്രീക്ക് ബഹുമൂല്യ സമ്പദാ ഹേ ഒരു സ്ത്രീയുടെ വളരെ വിലയേറിയ സമ്പത്തായിട്ട് പറയുന്നത് സുന്ദരമായിട്ടുള്ള സ്കിന്നാണ്.
हर स्त्री चाहती है कि उसकी त्वचा सुंदर और कोमल दिखे. हर स्त्री अपनी त्वचा सुंदर और कोमल बनना या दिखाना चाहता है. ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്നത് അവരുടെ സ്കിൻ ചർമ്മം വളരെ സുന്ദരമായിട്ട് വളരെ കോമളമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനാണ് അവരാഗ്രഹിക്കുന്നത്. अब एक ऐसा लोशन आ गया जो आपकी खाल की देखभाल करेगा, उसे छुए जाने योग्य बनाएगा. दाई और चमत्कारी शीशी है हल्के गुलाबी रंग में. बाएं एक बूंद में एक सुंदरी समझाती है. अमेरिकी और യൂറോപ്പീയ ലോകം की त्वचा सफ़ेद होती है. അപ്പോൾ ഇവിടെ നമ്മളടുത്ത് പറയുന്നതാണ്, അതായത് एक ऐसा लोशन आ गया, ഒരു വേറൊരു ലോഷൻ വന്നിട്ടുണ്ട്. ആ ലോഷനെ കുറിച്ച് പറയണേ, जो आपकी घाल की देखभाल करे. घाल എന്ന് പറഞ്ഞാൽ സ്കിന്നാണ്, ചർമ്മം. ये आपकी घाल की देखभाल करेगा, നിങ്ങളുടെ സ്കിന്നിനെ അത് പരിപാലിക്കും. उसे छुए जाने योग्य बनाएगा, അതിനെ തൊടാൻ പറ്റുന്ന തരത്തിലാക്കി മാറ്റും. അത്രയും സോഫ്റ്റാക്കിയിട്ട് മാറ്റുമെന്നാണ് പറയുന്നത്. ദായി ഓർ ചമത്കാരി ശേഷി ഹേ, ഇനി വലത് സൈഡിലെ ഒരു ബോട്ടിലിരിക്കുന്നുണ്ട്, നല്ല തിളക്കമുള്ളൊരു ബോട്ടിലിരിക്കുന്നുണ്ട്. ഹൽക്കെ ഗുലാബി രംഗമേ, ഒരു നേരിയ റോസ് നിറത്തോടു കൂടിയ ഒരു ബോട്ടിൽ വലത്ത് സൈഡിലിരിക്കുന്നുണ്ട്. ബായേം ഏക്ക് ബൂന്ത് മേ ഏക്ക് സുന്ദരി സംചാത്തി ഹേ, ഇടത് സൈഡിലെ ഒരു തുള്ളിയിലെ ഒരു സ്ത്രീയോടെ, ഒരു സുന്ദരിയായ ഒരു സ്ത്രീയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അമേരിക്ക ഓർ യൂറോപ്യൻ ലോകം കി ത്വച സഫീദ് ഹോത്തി ഹേ, അമേരിക്കക്കാരുടെയും യൂറോപ്യൻസിൻ്റെയൊക്കെ സ്കിൻ എന്ന് പറയുന്നതല്ല എപ്പോഴും സഫീദ് ഹോത്ത ഹേ, വെളുത്തായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തുള്ളി കാണിച്ചിട്ട് പറയണേ, അമേരിക്കക്കാരുടെയും യൂറോപ്യൻസിൻ്റെയൊക്കെ സ്കിൻ എന്ന് പറയുന്നത് വൈറ്റാണ്. ഭാരതീയ ലോകം കി ഖാക്കി ഹോത്തി ഹേ, ഇനി നമ്മളെ ഭാരതീയരുടെ, ഇന്ത്യക്കാരുടെ സ്കിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഖാക്കി ഹോത്തി ഹേ, ബ്രൗൺ കളറാണ്. നമ്മൾ വെളുത്തിട്ടല്ല എന്നൊന്നും കറുത്തിട്ടുമല്ല, രണ്ടിൻ്റെ ഇടയിലുള്ളൊരു നിറമാണ് നമ്മുടെ. ധൂപ് മേ 5 മിനിറ്റ് ഖുലി രഹ്നെ പർ യേ ത്വച കാലി പട് ജാത്തി ഹേ. അപ്പോൾ നമ്മൾ നല്ല വെയിലത്ത് ഒരു 5 മിനിറ്റ് നമ്മൾ ഓപ്പൺ സ്പേസിൽ നിൽക്കുകയാണെങ്കിൽ, വെയിലും കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഈ ത്വച കാലി പട് ജാത്തി ഹേ, നമ്മുടെ സ്കിൻ എന്തായി മാറും? കറുത്ത നിറമായിട്ട് മാറും. ഇപ്പോൾ അമേരിക്കൻസ് യൂറോപ്യൻസ് എന്ന് പറഞ്ഞാൽ വെളുത്ത ആളുകളാണ്, എന്നാൽ ഇന്ത്യക്കാരെന്ന് പറയുന്നത് ബ്രൗൺ നിറത്തോടു കൂടിയ ആളുകളാണ്, കാക്കിയാണ്. നമ്മളൊരു 5 മിനിറ്റ് ധൂപ് മേ ഖുലി രഖ്നെ പർ ഹമാര ത്വച കാലി പട് ജാത്തി ഹേ, നമ്മുടെ സ്കിൻ കറുത്തതായിട്ട് മാറും. इससे खाल का बचाना ज़रूरी है, इसलिए हमारी त्वचा को बचाना ज़रूरी है. അതുകൊണ്ട് നമ്മുടെ ത്വക്കിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. उसे एक छाते या टोपी की ज़रूरत है. ഇപ്പം നമ്മൾ സ്കിന്നിനെ നമുക്ക് രക്ഷിക്കാൻ, വെയിലിൽ നിന്ന്, ചൂടിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഏക്ക് ഛാത്തേ, ഒന്നുകിൽ ഒരു കുട വേണം, യാ ടോപ്പിക്ക് ജരൂരത്ത്, അല്ലെങ്കിൽ നമുക്ക് തൊപ്പി വേണം. യേ ശീശി ഏക്ക് പർദ ബനാ ദേത്തി ഹേ ജോ ഖാൽ കോ ജലനെ നഹീ ദേത്താ. പക്ഷേ ഈ ബോട്ടിലുണ്ടല്ലോ, അപ്പോൾ ഈ കയ്യിൽ പിടിച്ചൊരു തുള്ളി എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബോട്ടിൽ, അത് ഹമാരി ത്വച കോ ഏക്ക് പർദ ബനാ ദേത്തി ഹേ, നമ്മുടെ സ്കിന്നിനൊരു പർദ്ദയാക്കിയിട്ട്, ഒരു മറയാക്കിയിട്ട് തീർക്കുന്നു. കുടയും വേണ്ട, നമുക്ക് തൊപ്പിയും വേണ്ട, പകരം ഈ ബോട്ടിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊരു മറയായിട്ട് തീരുന്നു, പർദ്ദയായിട്ട് തീരുന്നു. ജോ കാൽക്കോ ജലിനെ നഹീ ദേത്ത, അത് നമ്മുടെ സ്കിന്നിനെ ഒരിക്കലും ചൂടാക്കില്ല, കത്തിച്ച് കളയില്ല. കാൽക്കോ ജലിനെ നഹീ ദേത്ത, നമ്മുടെ സ്കിൻ ചൂടാക്കില്ല, നമ്മുടെ സ്കിന്നിനെ കറുത്താവാനായിട്ട് സഹായിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്തുപയോഗിക്കണം? യേ ശീശി കാ പ്രയോഗ് കരേ, ഈ ബോട്ടിൽ നമ്മൾ ഉപയോഗിക്കണം. ये यहाँ छाते और टोपी की ज़रूरत नहीं है, ഇവിടെ നമുക്ക് തൊപ്പിയുടെയും കുടയുടെയും ആവശ്യമില്ല. ധൂപ് മേ ഗുലി രഖ്നെ पर हमारी त्वचा काली पड़ जाती है, इसलिए हमारी त्वचा को बचाना ज़रूरी है, നമ്മുടെ ത്വക്കിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്.
അതുകൊണ്ട് ये शीशी का उपयोग करो, ये शीशी का लोशन लगाइए, ये एक पर्दा बना देती है, हमारी त्वचा को पर्दा बना देती है. നമ്മുടെ സ്കിന്നിന് അതൊരു മറവായിട്ട് കുടയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ തൊപ്പിക്കും പകരമായിട്ട് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിച്ച് നിർത്താനായിട്ട് ഈ ലോഷന് സാധിക്കും. ജോ കാൽ കോ ജൽനെ നഹീ ദേത്താ, ഇത് നമ്മുടെ സ്കിന്നിനെ ചൂടാക്കുകയില്ല, നമ്മുടെ സ്കിന്നിനെ കറുപ്പിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കാനാണ് ഈ പരസ്യത്തിൽ ഈ സ്ത്രീ പറയുന്നത്. അപ്പോൾ നമ്മുടെ പരസ്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം മാധ്യമങ്ങളെല്ലാം സ്ത്രീ തന്നെയാണ്, സ്ത്രീയുടെ ചർമ്മമാണ് അതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പരസ്യത്തിലേക്ക് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിനു വേണമെങ്കിലും സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. കളർ വയ്ക്കാനാണെങ്കിലും തടി വയ്ക്കാനാണെങ്കിലും സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണെങ്കിലും എന്ത് തന്നെയായാലും അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? മാർക്കറ്റിൽ നിന്ന് കിട്ടും. നമ്മുടെ ഇന്നത്തെ യുഗം എന്ന് പറയുന്നത് പരസ്യയുഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.